എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീടുകളിൽ വാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 45 ദിവസം കഴിഞ്ഞിട്ടും പുതിയ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ തുടർന്ന് പല ഗുണഭോക്താക്കളും ഗ്യാസ് ഏജൻസികളിൽ എത്തി പരാതികൾ പറയുന്നതിന്റെ കാരണങ്ങളാണ് ആദ്യം വിശദീകരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗാർഹിക LPG സിലിണ്ടർ വിതരണത്തിൽ എണ്ണ വിതരണ കമ്പനികൾ അപ്രഖ്യാപിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായിട്ട് വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ KYC പൂർത്തീകരിക്കാത്ത ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വിതരണം തടയുന്നതിനായിട്ട് ഭാരത് ഗ്യാസ് ഡീലർമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ഏജൻസികൾ പറഞ്ഞിരുന്നത്. ഈ KYC പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ ഗ്യാസ് ബുക്കിംഗോ സിലിണ്ടർ വിതരണത്തിനോ തടസ്സമുണ്ടാകില്ല എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുൻപ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ബുക്കിംഗ് സാധ്യമാകാത്ത അവസ്ഥയിലാണ് ഡീലർമാർക്ക് പരാതിയുള്ളത്. വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഓൺലൈനായിട്ട് ഈ KYC പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതല്ല. സാങ്കേതിക തകരാറുകൾ കാരണം നാട്ടിലുള്ളവർക്കും മൊബൈൽ ആപ്പ് വഴി നടപടികൾ പൂർത്തീകരിക്കുവാൻ പ്രയാസം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരിട്ട് ഗ്യാസ് ഏജൻസികളിലെത്തി ബയോമെട്രിക് രീതിയിൽ, അതായത് കൈവിരൽ വെച്ച് പതിപ്പിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ KYC പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ ഏജൻസികളിലെ തിരക്കും സെർവർ തകരാറുകളും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞിട്ടും അടുത്ത ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ എമർജൻസി ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവർ ഈ KYC ചെയ്യണമെന്ന് പറയുകയാണ് എങ്കിൽ ഗ്യാസ് കണക്ഷൻ ബുക്കും അതോടൊപ്പം തന്നെ ആധാർ നമ്പരും നൽകി എമർജൻസി ഓഫീസിൽ വെച്ച് തന്നെ ബയോമെട്രിക് ഈ KYC പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രധാന തടസ്സം മാറുന്നതാണ്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്തുമ്പോൾ വരും ദിവസങ്ങളിലും ഗ്യാസ് വില ഇനിയും ഉയരുന്നതാണ്. ഗാർഹിക LPG സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ വരും ദിവസങ്ങളിലും ഗ്യാസ് വില ഇനിയും ഉയരുവാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതുമാണ് ജൂൺ 1 ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവുണ്ടാകുവാൻ കാരണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നിലവിലെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള 25 ദിവസം മുതൽ 45 ദിവസം വരെ തുടരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിഞ്ഞ് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമാണ്. എന്നാൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും നഗരപ്രദേശങ്ങളിലും 45 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ LPG റെഗുലേഷനുകളിൽ മാർച്ച് 14 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന കുടുംബാംഗങ്ങൾ ഗാർഹിക LPG കണക്ഷൻ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. LPG റീഫില്ലുകൾക്കോ പുതിയ കണക്ഷനുകൾക്കോ PNG ഉപഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. LPGയിൽ നിന്ന് PNGയിലേക്ക് മാറുവാൻ 3 മാസത്തെ സമയം, അതായത് 90 ദിവസം വരെ സമയം അനുവദിക്കുന്നതാണ്. ജൂൺ 30 കൂടി അതായത് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് PNG കണക്ഷൻ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് സറണ്ടർ ചെയ്ത് PNGയിലേക്ക് മാറുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.